എൻ്റെ പേര് ജിത്തു. സെൻറ് തോമസ് പുനലൂരിൽ പഠിക്കുന്ന സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന നക്ഷത്രയുടെ മദറാണ് ഞാൻ. സോ പേഴ്സണലി എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഈ സ്കൂളിൽ ഇപ്പോൾ 4 വർഷമായിട്ട് എൻ്റെ കുഞ്ഞവിടെ പഠിക്കുന്നുണ്ട്. അപ്പം അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. സോ നക്ഷത്ര LKG അവിടെ ജോയിൻ ചെയ്യുമ്പോൾ ശരിക്കും ഒരു പ്രീ സ്കൂൾ, നഴ്സറി എങ്ങും പോയിട്ടില്ല. ഡയറക്റ്റ് ഞാൻ സ്കൂളിലാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അതും ഒരു ഓണം കഴിഞ്ഞിട്ട് മിഡിൽ ഓഫ് LKGയിലാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെയും ഉള്ള എൻ്റെ കുട്ടിയുടെ ഗ്രോത്ത് ആ ഒരു സ്കൂളിൽ ചേർത്തിട്ട്, സെൻറ് തോമസിൽ ചേർത്തിട്ടുള്ളതാണ്. അപ്പം അന്ന് അക്ഷരങ്ങൾ മാത്രം കുറച്ച് അറിഞ്ഞിട്ട് പോയൊരു കുഞ്ഞാണ് LKGയിൽ. അപ്പോൾ അവിടെ LKGയിൽ അന്ന് കുഞ്ഞിനെ പഠിപ്പിച്ച ബബിത മിസ്, പിന്നെ അതിന് ശേഷം UKGയിൽ ഡെബോറ മിസ്, അപ്പം ഇവരെല്ലാവരും ഇപ്പോൾ ഉള്ള ലെവി മാം. അപ്പം ഇങ്ങനെ ക്ലാസ് ടീച്ചേഴ്സ് മാത്രമല്ല, ഓരോ ഫാക്കൽറ്റിയും കുഞ്ഞുങ്ങളെ നോക്കുന്നതാവട്ടെ, അത് കരിക്കുലമിൻ്റെ അകത്തായാലും പുറത്തായാലും. അതിപ്പോൾ ഒരു ഫുഡ് നമ്മൾ കൊടുക്കുമ്പോൾ ഉള്ളത് കുഞ്ഞ് കഴിച്ചില്ലെങ്കിൽ അത് നമ്മളെ വിളിച്ചറിയിക്കുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഒരു ഫാക്കൽറ്റിയാണ് നമുക്ക് സെൻറ് തോമസിലുള്ളത്. പിന്നെ കരിക്കുലം ബേസ് പറയുവാണെങ്കിൽ ഇപ്പം ഇംഗ്ലീഷ് തന്നെ കുഞ്ഞ് നന്ന ഫ്ലുവൻ്റായിട്ട് ഇപ്പോൾ വായിക്കും, ഫ്ലുവൻ്റായിട്ട് ഇംഗ്ലീഷ് വായിക്കും. അതുപോലെ തന്നെ അവർക്ക് ഇംഗ്ലീഷ് ടെസ്റ്റ്, റീഡിംഗ് ടെസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പം എല്ലാ ദിവസവും നമുക്ക് റീഡിംഗ് വീഡിയോ ഗ്രൂപ്പിലിടാം. അപ്പോൾ കുഞ്ഞ് വന്നിട്ട് നമ്മളോട് പറയും, അവൾ തന്നെ പറയും നമുക്ക് റീഡിംഗ് വീഡിയോ ഇന്ന് ഇടണം. അപ്പം ആ റീഡിംഗ് വീഡിയോ ഇടും. അതുപോലെ തന്നെ അവർക്ക് കൊടുക്കുന്ന ഓരോ എന്താ പറയുക, അവരെ ഇപ്പം ക്ലാസ് മോണിറ്ററുണ്ട്, ഇംഗ്ലീഷ് മോണിറ്ററുണ്ട്. അപ്പോൾ ഇംഗ്ലീഷിലാണ് സംസാരിക്കേണ്ടത്. അപ്പോൾ അവരിങ്ങനെ നോക്കും ഏതൊക്കെ കുഞ്ഞുങ്ങൾ മലയാളത്തിൽ പറയണം, അപ്പോൾ അവരോട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറയണം. അപ്പം അവിടെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് അവിടെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് ക്ലാസ്സിൽ. അപ്പം അതെല്ലാം കൊണ്ടും അപ്പം എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പോൾ ഒരു മാസം ഒരു കുഞ്ഞ് ഇംഗ്ലീഷ് മോണിറ്റർ അല്ലെങ്കിൽ 1-2 മാസമായ നെക്സ്റ്റ് മന്തിൽ അടുത്ത കുഞ്ഞ്. അപ്പോൾ അങ്ങനെ എല്ലാ ഓപ്പർച്യൂണിറ്റി കൊടുക്കാറുണ്ട്. പിന്നെ ഇപ്പം സ്വിമ്മിങ്ങിൻ്റെ ആണെങ്കിൽ 2 വർഷമായിട്ട് കുഞ്ഞ് സ്വിമ്മിങ്ങിന് പോകുന്നുണ്ട്. അപ്പോൾ ലെവൽ 3 അവൾ പാസ് ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് ഇയറും വിടാനാണ് നമുക്ക് ആഗ്രഹം. അത്രയും നന്നായിട്ട് അവളെല്ലാം നല്ല സിസ്റ്റമാറ്റിക്കായിട്ട് വീക്ക്ലി വൺസ് സ്വിമ്മിങ് ഉണ്ട്. ആ കാര്യങ്ങൾ, പിന്നെ മലയാളം എഴുതാനും വായിക്കാനും നല്ല ഫ്ലുവൻ്റായിട്ട് അവൾ ചെയ്യും. അപ്പം മെയിനായിട്ട് നമുക്ക് പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ, അപ്പോൾ ഇംഗ്ലീഷിൽ ആരെങ്കിലും സംസാരിച്ചാൽ പോലും കുഞ്ഞ് അതിൽ റെസ്പോണ്ട് ചെയ്യുന്ന രീതിയിൽ വെച്ച് നമുക്ക് മനസ്സിലാക്കാം എത്ര നന്നായിട്ടാണ് സ്കൂളിൽ ടീച്ചേഴ്സ് അവരെ പഠിപ്പിക്കുന്നതെന്ന്. അപ്പം എല്ലാ കാര്യങ്ങളും, ഇപ്പം ആങ്കറിങ്ങിന് ഇപ്പം നമ്മളെ സെലക്ട് ചെയ്യുക, അപ്പം റാൻഡമായിട്ട് ഇപ്പം നന്നായിട്ട് വായിക്കുന്നു അല്ലെങ്കിൽ നല്ല ഒരു പെർഫോമൻസ് നമുക്ക് സ്കൂളിൽ കിട്ടുമ്പോഴാണ് എൻ്റെ കുഞ്ഞിനെ നക്ഷത്ര ആങ്കറിങ്ങിന് വിളിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ എല്ലാ കാര്യങ്ങളും ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. അപ്പം എന്നോട് ചോദിക്കുന്ന പാരൻസിനോടൊക്കെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നന്നായിട്ട് കുഞ്ഞുങ്ങളുടെ സ്കിൽ ഡെവലപ്പ് ചെയ്തെടുക്കാനും അവർ പഠിക്കുന്നപ്പം ഒരു ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള മാത്രമല്ല, അതിപ്പോൾ വർക്ക് ബുക്ക്, ടെക്സ്റ്റ് ബുക്ക്, നോട്ട് ബുക്ക് അല്ലെങ്കിൽ അവരുടെ ഗ്രാമർ ബുക്ക്, അതിൻ്റെ പുറത്തുനിന്നായാലും അവർ നന്നായിട്ട് വായിക്കുകയും എഴുതുകയും ചെയ്യും. ആ ഒരു അപ്പം ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു കുഞ്ഞിനെ ഒരു LKGയിലെ പകുതിക്ക് ഞാൻ കൊണ്ട് ചേർത്തേ. അപ്പോൾ ഇന്ന് സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ 24-ാം തീയതി അവൾ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നത് നല്ലൊരു വ്യത്യാസമുള്ള, നല്ല ഗ്രോത്ത്, നന്നായിട്ട് മോൾഡ് ചെയ്തെടുത്തൊരു കുഞ്ഞിനെയാണ്. അപ്പോൾ ഉറപ്പായിട്ടും എനിക്ക് നക്ഷത്രയുടെ സിസ്റ്ററുണ്ട്, അവളെയും ഞാൻ LKG ആകുമ്പോൾ അവിടെയാണ് ചേർക്കാൻ പോകുന്നത്. അതെൻ്റെ ഒരു വിശ്വാസമാണ് സ്കൂളിനോടുള്ള. അപ്പം എനിക്ക് എല്ലാ ടീച്ചേഴ്സിനോടും താങ്ക്സ് ആണ് പറയാനുള്ളത്. ഇത്രയും കെയർ ചെയ്യുന്നതിന്, കുഞ്ഞുങ്ങളെ ഇത്രയും മോൾഡ് ചെയ്തെടുക്കുന്നതിന്. അതുപോലെ തന്നെ ബൈജു സാറിനോടും താങ്ക് യു സോ മച്ച്. അപ്പം പേഴ്സണലി എൻ്റെ എക്സ്പീരിയൻസ് ഈ സ്കൂളുമായിട്ട് അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ ഒരു ഗ്രോത്തിൽ ഞാൻ കാണുന്നത് എപ്പോഴും അത് ഉയർന്നു പോയിട്ടേ ഉള്ളൂ. ഒരിക്കലും അത് ഒരു പടി താഴെ പോയിട്ടില്ല, മുന്നോട്ട് തന്നെയാണ് പോകുന്നത്. സോ താങ്ക് യു സോ മച്ച്.